بسم الله الرحمن الرحيم الذين آمنوا وتطمئن قلوبهم بذكر الله ألا بذكر الله تطمئن القلوب. ബഹുമാന്യ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ വളരെ ദുർബലവും പരിമിതവുമായ ഈ ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിൽ പറഞ്ഞതായി ചരിത്രത്തിൽ രേഖപ്പെട്ടു കിടക്കുന്ന 9 വസിയത്തുകളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ഖുതുബകളിൽ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. അതിൻ്റെ അവസാനത്തിൽ പറഞ്ഞ 3 കാര്യങ്ങൾ, ഇതിനകം 5 വിഷയങ്ങൾ നമ്മൾ 6 കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ശേഷമുള്ള 3 കാര്യങ്ങൾ അത് ഏതാണ്ട് ഒന്ന് തന്നെയാണ്. നമ്മൾ മൗനിയായിരിക്കുമ്പോൾ പോലും, നമ്മൾ ബഹളങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് ഏകനായിരിക്കുന്ന സന്ദർഭത്തിൽ പോലും, നമ്മൾ ഉറക്കിൻ്റെ ആലസ്യത്തിലേക്ക് വീണ് പോകുമ്പോൾ പോലും, നമ്മൾ വിശ്രമത്തിൻ്റെ സമയത്ത് ആണെങ്കിൽ പോലും, എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഒന്നടങ്ങിയിരിക്കാമെന്ന് കരുതുന്ന സന്ദർഭത്തിലായാൽ പോലും മനസ്സ് നിറയെ രക്ഷിതാവിനെ കുറിച്ചുള്ള നല്ല ഓർമ്മകളുമായിരിക്കണം ഉണ്ടാവേണ്ടത്. മനസ്സ് നിറയെ അള്ളാഹുവിനെ കുറിച്ച, തന്നെ സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും തനിക്ക് രൂപം നൽകുകയും തന്നെ ഒരു വ്യക്തിയായി ഇവിടെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്ത, തന്നെ ജീവിപ്പിച്ചു കൊണ്ടിരിക്കുന്ന, തൻ്റെ ജീവന്റെ തുടിപ്പുകൾ അനുദിനം എല്ലാ സമയങ്ങളും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആ പടച്ച തമ്പുരാന്റെ സൃഷ്ടാവിന്റെ ഓർമ്മകളായിരിക്കണം മനസ്സ് നിറയെ ഉണ്ടാവേണ്ടത്. വീണ്ടും പറയാണ്, നാവിന്റെ ചെറുചലനം പോലും രക്ഷിതാവിനെ കുറിച്ചുള്ള സ്മരണയായി മാറണം. മൗനിയായിരിക്കുമ്പോ സംസാരങ്ങളൊന്നുമില്ലാത്ത, ബഹളമൊന്നുമില്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ പോലും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിൽ നിറക്കണം. ഇനി നാവിന്റെ ചെറുചലനം പോലും, നമ്മുടെ സംസാരത്തിന്റെ ചെറിയ തോതിലുള്ള അവസ്ഥ മുതൽ അങ്ങ് ബഹളത്തിൻ്റെതായ, തിരക്കിൻ്റെതായ ഒരുപാട് വാചാരമാകുന്ന സമയമായിരുന്നാൽ പോലും അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള സംസാരം ഉണ്ടാവരുത് എന്നിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ മൗനിയായിരിക്കുമ്പോൾ പോലും മനസ്സു നിറയെ രക്ഷിതാവിനെ കുറിച്ച് നല്ല ഓർമ്മയായിരിക്കണം. നാവിന്റെ ചെറിയ ചലനം പോലും രക്ഷിതാവിനെ കുറിച്ചുള്ള സ്മരണയിലാവണം. നമ്മുടെ കാഴ്ച പോലും നമുക്ക് ഗുണപാഠമായി തീരണം. നമ്മൾ കാണുന്നതെന്തും നമുക്കൊരു പാഠമായി തീരണം. നമ്മുടെ കൺമുമ്പിലുണ്ടാകുന്ന അപ്രതീക്ഷിത സംഭവ വികാസങ്ങളൊക്കെ നമ്മെ പ്രചോദിപ്പിക്കേണ്ടത് അത് നമ്മുടെ ജീവിതത്തെ പരിവർത്തിപ്പിച്ചുകൊണ്ടായിരിക്കണം. അതെന്ത് ദുരന്തമായിരുന്നാലും, എന്ത് വലിയ സംഭവങ്ങളായിരുന്നാലും, ഏത് നിസ്സാര കാര്യമായിരുന്നാൽ പോലും, ഞാനും ജീവിക്കുന്നു, അവിടെ സംഭവങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന, പ്രശ്നങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന, ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ആളുകളും ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വരേണ്ടത്, എനിക്ക് വരേണ്ടത് അവിടേക്ക് നീങ്ങിപ്പോയതാണ്. എൻ്റെ കൺമുമ്പിൽ ഒരു അപകടമുണ്ടായിട്ട് അതെനിക്ക് സംഭവിക്കാതെ അവിടേക്ക് പോയത് പടച്ചവന്റെ ഖലാഅാണ്, അതെനിക്കുള്ള അനുഗ്രഹമാണ്. അതിൽ നിന്ന് എനിക്ക് പാഠം പഠിക്കാൻ കഴിയണം. നമ്മൾ കാണുന്നത്, നമ്മൾ കേൾക്കുന്നത്, നമ്മൾ ചിന്തിക്കുന്നതൊക്കെയും നമുക്ക് പാഠമായി തീരുന്ന ഒരവസ്ഥയിലേക്ക്, അങ്ങനെ പടച്ചവനെ ഓർത്തുകൊണ്ട് പടച്ചവനിലേക്ക് മനസ്സപ്പാടി ചാഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്ക് അവൻ പരിവർത്തിക്കപ്പെടണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു സൂറത്ത് റാദിൽ, അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്. അല്ലാഹുവിൽ വിശ്വസിക്കുകയും അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് മനസ്സ് ശാന്തമാകുകയും ചെയ്യുന്നവരെ, അലാ ബിദിക്രില്ലാഹ് തത്മഇന്നു ഖുലൂബ്, അറിയണം
അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ടല്ലാതെ മനസ്സ് ശാന്തമായി തീരുകയില്ല. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമായിരിക്കും, അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷ മാത്രമായിരിക്കും, അള്ളാഹു ഇവിടെ സംവിധാനിച്ചു വെച്ച സൗകര്യങ്ങളെ കുറിച്ചുള്ള അറിവുകളായിരിക്കും, അള്ളാഹു ഒരുക്കി തന്ന അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള അറിവുകളായിരിക്കും നിന്റെ മനസ്സിനെ ശാന്തമാക്കി തീരുക എന്ന് നീ മനസ്സിലാക്കണം. നിന്റെ അത്യന്താനം കൊണ്ട് നീ ഒരുപാട് വിഭവങ്ങൾ ഒരുക്കി വെച്ചോ, ഒരുപാട് സമ്പാദിച്ചോ, ഒരുപാട് നേട്ടങ്ങൾ കൊയ്തോ, ഒരുപാട് അനുയായികളെ ഉണ്ടാക്കിയോ, എന്നാൽ അതുകൊണ്ട് മാത്രം നിന്റെ മനസ്സ് ശാന്തമായി കൊള്ളണമെന്നില്ല. ഒരുപാട് വിഭവങ്ങളുള്ളവരെക്കാൾ ഒന്നുമില്ലാതെ അന്നന്ന് അരിഷ്ടിച്ച് കഴിയുന്നവനായിരിക്കാം മനസ്സ് ശാന്തമായിട്ട് ഉണ്ടാവുക. ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളാണിത്. പലരും പറഞ്ഞ് നമ്മെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അനുഭവങ്ങളാണിത്. വിഭവങ്ങളുടെ ആധിക്യമല്ല, സൗകര്യങ്ങളുടെ ആധിക്യമല്ല മനസ്സ് ശാന്തമാകാൻ കാരണമായി തീരേണ്ടത്. മനസ്സ് ശാന്തമാകാൻ കാരണമായി തീരുന്നത് അവനിൽ അള്ളാഹുവിനുള്ള വിശ്വാസം, അള്ളാഹുവിനുള്ള പ്രതീക്ഷ. എൻ്റെ ഏത് സന്ദർഭത്തെയും എനിക്ക് ഈ രീതിയിലാക്കി തന്നത് പടച്ചവനാണ്, ഈ സന്ദർഭത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ളവനാണ് പടച്ചവൻ എന്ന ഉറച്ച വിശ്വാസത്തോടെ അവനിൽ അഭയം കണ്ടെത്തുന്ന മനസ്സ്. അങ്ങനെയുള്ള മനസ്സ് മാത്രമേ മനുഷ്യന് സമാധാനവും ശാന്തിയും നൽകുകയുള്ളൂ എന്നാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇസ്ലാം എന്ന പദത്തിന്റെ അർത്ഥം തന്നെ സമാധാനം എന്നാണ്. സമാധാനിക്കുന്ന ഒരു സാഹചര്യം മനുഷ്യരിലും സമൂഹത്തിലും ലോകത്തിനും നൽകുക എന്നുള്ളതാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചിരിക്കുന്ന സമാധാനം. എങ്ങനെയാണ് ആ സമാധാനം കൈവരിക്കുക? വ്യക്തികളിലൂടെ, സമൂഹത്തിലൂടെ, ലോകത്ത് മൊത്തത്തിൽ സമാധാനം കൈവരിക്കാനുള്ള വഴിയെന്ത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നതാണ്. എല്ലാ പ്രയാസഘട്ടങ്ങൾ, എല്ലാ ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വന്നിട്ട് പോലും ശത്രുക്കളുടെ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്ന പ്രവാചകൻ, അള്ളാഹുവിന്റെ കഠിനമായ പരീക്ഷണങ്ങൾക്ക് വിധേയനായ പ്രവാചകൻ, ആ രണ്ട് സന്ദർഭങ്ങളിൽ പോലും അള്ളാഹുവിൽ സ്തുതികീർത്തനങ്ങൾ അർപ്പിച്ചുകൊണ്ട്, അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാനും മനസ്സമാധാനത്തോടെ എഴുന്നേൽക്കാനും കഴിഞ്ഞു പ്രവാചകന്. പ്രവാചകന്റെ മാതൃക, പ്രവാചകൻ കാണിച്ചു തന്ന മാതൃക. പ്രവാചകനോളം ജീവിതത്തിൽ ദുരന്തവും ദുരിതവും ഏറ്റുവാങ്ങിയ ഒരാളും ഇന്ന് നമ്മുടെ സമൂഹത്തിലില്ല. ഒരു നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ഒരു നേരത്തെ ഭക്ഷണം പോലും വയറ് നിറച്ച് കഴിക്കാൻ പ്രയാസപ്പെട്ട പ്രവാചകന്റെ പ്രിയ പത്നിമാർ, അങ്ങനെ ജീവിച്ച പ്രവാചകൻ പോലും മനസ്സമാധാനത്തോടെ ജീവിച്ചുവെങ്കിൽ പ്രവാചകൻ ഉൾക്കൊണ്ട ഈ ആശയം എത്രമേൽ പ്രസക്തമാണ് ഇന്നും എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഏത് സന്ദർഭത്തിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ട് മനസ്സിനെ അങ്കുരിപ്പിക്കുക. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു ദിക്റുല്ലാഹ ദിക്റൻ കസീറാ. സൂറത്തുൽ അഹ്സാബിൽ പറയുന്നു, സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കണേ. വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ. കാലത്തും വൈകുന്നേരവും തുടക്കത്തിലും ഒടുക്കത്തിലും തുടർച്ചയിലും ഒക്കെ തന്നെ അവനെ നീ പ്രകീർത്തിക്കുകയും ചെയ്യണേ. ഹുവല്ലദീ യുസല്ലി അലൈക്കും വമലായികതുഹു ലിയുഖ്രിജക്കും മിനൽ-ളുലുമാതി ഇലൻ-നൂർ. അവൻ നിങ്ങളുടെ മേൽ കരുണ ചൊരിയുന്നവനാണ്, അവന്റെ മലക്കുകളും നമ്മോട് കരുണ കാണിക്കുന്നു. അള്ളാഹു നമ്മുടെ മേൽ കരുണ ചൊരിയുന്നവനാണ്, മലക്കുകൾ നമ്മോട് കരുണ കാണിക്കുന്നവരാണ്. അന്ധകാരങ്ങളിൽ നിന്ന് നിങ്ങളെ വെളിച്ചത്തിലേക്ക് ആനയിക്കുന്നതിന് വേണ്ടിയാണ് ഈ കാര്യം, ഈ ഇസ്ലാം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്, മനസമാധാനത്തിന്റെ മതം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. വകാന ബിൽ മുഅ്മിനീന റഹീമാ. അല്ലാഹു അവൻ സത്യവിശ്വാസികളോട് അത്യന്തം കരുണയുള്ളവനാണ്. അതുകൊണ്ട് സത്യവിശ്വാസികളെ നിങ്ങൾ യാ അയ്യുഹല്ലദീന ആമനു ദിക്റുല്ലാഹ ദിക്റൻ കസീറാ, അല്ലാഹുവിനെ കുറിച്ച് ധാരാളമായി ഓർത്തുകൊണ്ടേ ഇരിക്കുക. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഅറാഫിൽ പറയുന്നു, വദ്കുർ റബ്ബക ഫീ നഫ്സിക തദർറൻ വഖീഫതൻ വദൂനൽ ജഹരി മിനൽ ഖൗലി ബിൽ ഗുദുബി വൽ ആസാലി വലാ തകും മിനൽ ഗാഫിലീൻ. വിനയത്തോടും ഭയപ്പാടോടും കൂടി വാക്ക്
വാക്ക് ഉച്ചത്തിലാവാതെ രാവിലെയും വൈകുന്നേരവും നീ നിന്റെ രക്ഷിതാവിനെ മനസ്സിൽ സ്മരിക്കണേ. ഇത് രാവിലെയും വൈകുന്നേരവും മാത്രം സ്മരിച്ചാൽ മതി എന്ന അർത്ഥത്തിലല്ല പറഞ്ഞിരിക്കുന്നത്. രാവിലെ നമ്മുടെ തുടങ്ങുകയാണ്, ദിവസം തുടങ്ങുകയാണ്, ആരംഭമാണ്. വൈകുന്നേരം ദിവസം അവസാനിക്കുന്ന സന്ദർഭമാണ്. അതുകൊണ്ട് തന്നെ തുടക്കവും ഒടുക്കവും എന്ന് വെച്ചാൽ തുടർച്ചയായി നമ്മുടെ മനസ്സിൽ പടച്ചവനെ കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാവണം. വാക്ക് ഉച്ചത്തിലാവാതെ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സകം അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളാൽ നിറഞ്ഞു നിൽക്കണം. ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് പടച്ചവൻ നൽകിയ അനുഗ്രഹങ്ങളെ, ചുറ്റുമുള്ള അനുഗ്രഹങ്ങൾ, ചുറ്റുമുള്ള സംവിധാനങ്ങളൊക്കെ തന്നെയും അള്ളാഹുവിലേക്ക് നമ്മുടെ മനസ്സിനെ അടുപ്പിക്കാൻ പ്രചോദിപ്പിക്കുന്നതാവണം. വിശുദ്ധ ഖുർആൻ പറയുകയാണ് സൂറത്തുൽ ബഖറയിലെ 152 ആയത്തിലൂടെ, ഫദ്കുറൂനി അദ്കുർക്കും, നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ഓർക്കണം. ആരെ? എന്നെ. അള്ളാഹു പറയുകയാണ് ഫദ്കുറൂനി അദ്കുർക്കും, നിങ്ങൾ എന്നെ ഓർക്കണം. അദ്കുർക്കും എന്നാൽ നിങ്ങളെ ഞാനും ഓർക്കുന്നതാണ്. അള്ളാഹു പറയുകയാണ് നമ്മൾ അള്ളാഹുവിനെ ഓർക്കണം എങ്കിൽ അള്ളാഹു നമ്മെ ഓർക്കുന്നതാണ്. വഷ്കുറൂലി വലാ തക്ഫുറൂൻ, നിങ്ങൾ എന്നോട് നന്ദി കാണിക്കണേ. ഇതിനാ നന്ദി കാണിക്കുന്നത്? പടച്ചവൻ നൽകിയ അനുഗ്രഹങ്ങൾക്കുള്ള നന്ദി. ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആത്യന്തിക വിജയം ലഭിക്കാനുള്ള നന്ദി അത് നമ്മുടെ മനസ്സിൽ നിറഞ്ഞിരിക്കണം. പതുക്കുറൂനി അത് കുറുക്കും, അതുകൊണ്ട് നിങ്ങൾ എന്നെ ഓർമ്മിക്കുക, ഞാൻ നിങ്ങളെ ഓർത്തുകൊണ്ടിരിക്കുമെന്ന് അള്ളാഹു നമ്മോട് പറയുകയാണ്. വിശുദ്ധ ഖുർആൻ പറയുകയാണ് സൂറത്ത് ആലി ഇമ്രാനിൽ, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്, തീർച്ചയായും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ബുദ്ധിമാന്മാർക്ക് ദൃഷ്ടാന്തമുണ്ട്. രാവ് പകല്, ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ, കാലാവസ്ഥാ മാറ്റങ്ങൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സൽബുദ്ധിയുള്ളവർക്ക്, നല്ല ബുദ്ധിയുള്ളവർക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട്. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖൂദൻ വഅലാ ജുനൂബിഹിം, അങ്ങനെ ബുദ്ധിയുള്ള ആളുകളോ നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും അവർ അള്ളാഹുവിനെ ഓർമ്മിക്കും. നിന്നുകൊണ്ട്, ഇരുന്നുകൊണ്ട്, കിടന്നുകൊണ്ട്, നടത്തത്തിൽ, യാത്രയിൽ, ബഹളമയത്തിൽ, എല്ലാ സന്ദർഭങ്ങളിലും പടച്ചവനെ ഓർത്തുകൊണ്ടിരിക്കുന്ന മനസ്സായിരിക്കും അവനുണ്ടാകുക. അവൻ പ്രപഞ്ചത്തെ പഠിക്കുന്നവനാണ്. പ്രപഞ്ചത്തിലെ അവിസ്മയകരമായ സംവിധാനങ്ങളെ പഠിക്കുന്നവനാണ്. അവനറിയാം ഇതിന്റെ പിന്നിൽ ഒരു വലിയ ശക്തി ഉണ്ടെന്ന്. താനേ ഉണ്ടായതല്ല ഇത്. താനേ ഉണ്ടായതായിരുന്നുവെങ്കിൽ എന്നെ ഇത് നശിച്ചു നാമാവശേഷമാകേണ്ടിയിരുന്നു. യുഗാന്തരങ്ങളായി ഇതിങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ഇതാ എത്രയെത്ര മനുഷ്യരാണ് ഈ ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, ജീവിച്ച് മരിച്ചു പോയത്, ഇനിയും ജീവിച്ച് മരിക്കാനിരിക്കുന്നു. നോക്കൂ, എന്തെന്ത് വിസ്മയമാണ് ഓരോ മനുഷ്യ ശരീരവും, ഓരോ മനുഷ്യന്റെ അവസ്ഥയും. ഇതിന്റെ പിന്നിൽ ഒരു വലിയ ശക്തി ഉണ്ട് എന്ന് അവന് ബോധ്യപ്പെടുകയും അവൻ നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും പടച്ചവനെ ഓർമ്മിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. ഭൂമിയുടെ സൃഷ്ടിയെപ്പറ്റി, ആകാശങ്ങളുടെ സൃഷ്ടിയെപ്പറ്റി അവൻ ചിന്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. എന്നിട്ടോ റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലാ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ, ഞങ്ങളുടെ രക്ഷിതാവേ നീ ഇതൊന്നും വെറുതെ നിരർത്ഥകമായി വെറുതെ ഒരു തമാശയായി സൃഷ്ടിച്ചതേ അല്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങളെ നീ നരകശിക്ഷയെ തൊട്ട് കാത്തുരക്ഷിക്കണേ. ഇതിന് വ്യക്തമായ ഒരു ലക്ഷ്യബോധമുണ്ട്. ഈ സൃഷ്ടി സംവിധാനത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് തന്നെ റബ്ബേ, ഞങ്ങളെ പിഴച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തരുതേ, അതിൽ പെട്ടുപോകരുതേ, അതിൽ ഞങ്ങളെ സംരക്ഷിക്കണേ, നരകശിക്ഷയെ തൊട്ട് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസ് ഇങ്ങനെയാണ്, കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യദ്കുറുല്ലാഹ അലാ കുല്ലി അഹ്യാനിഹി. പ്രവാചകനെ കുറിച്ച് പറയുകയാണ്,
യദ്കുറുല്ലാഹ അലാ കുല്ലി അഹ്യാനിഹി, എല്ലാ സന്ദർഭങ്ങളിലും പ്രവാചകൻ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടേയിരുന്നു. എല്ലാ സമയത്തിലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടേയിരുന്നു പ്രവാചകൻ. നമ്മുടെ ജോലിയുടെ സമയങ്ങൾ ഹലാലായ രീതിയിൽ ഉത്തരവാദിത്തത്തോടെ തന്നെ നിർവഹിക്കേണ്ടുന്ന കാര്യങ്ങളാണത്. അള്ളാഹു കൽപ്പിച്ചതാണെന്നുള്ള ഓർമ്മയോടെ ആയിരിക്കണം നമ്മുടെ ജോലികൾ നമ്മൾ നിർവഹിക്കേണ്ടത്, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിർവഹിക്കേണ്ടത്. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം, ആഹാര പാനീയങ്ങൾ, അതൊക്കെ കഴിക്കുമ്പോൾ പടച്ചവൻ നമുക്ക് നൽകിയതാണ്. ഹലാലായ മാർഗത്തിലൂടെ ഞാൻ സമ്പാദിച്ചുണ്ടാക്കിയ സമ്പാദ്യം കൊണ്ട് നേടിയെടുത്തതാണ്. ഇതിങ്ങനെ നേടിയെടുത്തതിൽ എനിക്ക് പുണ്യമുണ്ട്, ഇതിങ്ങനെ കഴിക്കുന്നതിൽ എനിക്ക് പുണ്യമുണ്ട്, കഴിക്കുമ്പോഴും അതിനുശേഷവും അള്ളാഹുവിനെ സ്തുതിക്കുന്നതിൽ എനിക്ക് പുണ്യമുണ്ട് എന്ന ബോധ്യം നമുക്കുണ്ടാവണം. ഏത് സന്ദർഭമാവട്ടെ, ബാത്റൂമിൽ പോകുമ്പോൾ, വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ, പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരുപാട് ദിക്റുകൾ നമ്മെ പഠിപ്പിച്ചത് ഒരു സന്ദർഭത്തിലും പടച്ചവനെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം നമ്മിലുണ്ടാവരുത് എന്ന് ബോധ്യപ്പെടുത്താനാണ്. ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് പറയുകയാണ്, ചെമ്പും വെള്ളിയും മറ്റും തുരുമ്പെടുക്കുന്നത് പോലെ മനുഷ്യന്റെ ഹൃദയവും തുരുമ്പെടുത്തു പോവും. എന്നാൽ അതിന്റെ ശുദ്ധീകരണം അത് ഓർമ്മ കൊണ്ടാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ മനസ്സിൽ നിറച്ചു വെച്ചുകൊണ്ടാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ടാവണം ആ തുരുമ്പിനെ നമ്മൾ നീക്കേണ്ടത്. മസലല്ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു. പ്രവാചകൻ ഒരിക്കൽ സൂചിപ്പിച്ചു, ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്, അള്ളാഹുവിനെ സ്മരിക്കുന്നവന്റെയും സ്മരിക്കാത്തവന്റെയും ഉപമ മസലുൽ ഹയ്യ വൽ മയ്യിത്ത്. ജീവിച്ചിരിക്കുന്നവന്റെയും മരിച്ചു പോയവന്റെയും ഉപമ പോലെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കർമ്മമേത് എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു കൊടുത്തു, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്റെ നാവ് നനഞ്ഞുകൊണ്ടിരിക്കെ നീ മരണപ്പെട്ടു പോവുക എന്നതാണത്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്റെ നാവ് നനഞ്ഞുകൊണ്ടിരിക്കെ നീ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി തിരിച്ചു പോവുക എന്നുള്ളതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ പടച്ചവനെ കുറിച്ചുള്ള ഓർമ്മകളിൽ നമ്മുടെ മനസ്സിനെ കൊണ്ടെത്തിക്കണം. ഉറങ്ങാൻ കിടക്കുമ്പോ ഉറക്കിന്റെ ആലസ്യത്തിൽ ഖുർആൻ കേട്ടുകൊണ്ടാവാം, ദിക്റുകൾ ചൊല്ലിക്കൊണ്ടാവാം, അങ്ങനെ ഉറക്കിലേക്ക് മയങ്ങിക്കോളൂ. മനോഹരമായിരിക്കും ആ ഉറക്ക്. ആ ഉറക്കിലെങ്ങാനും പടച്ചവൻ നമ്മെ തിരിച്ചു വിളിച്ച് നമുക്ക് ജീവൻ തിരിച്ചു കിട്ടാത്തൊരവസ്ഥയാണ് ഉണ്ടാവുന്നതെങ്കിൽ ആ മരണം പോലും നല്ലതായിരിക്കും. അറിയണം, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളായിരിക്കണം എപ്പോഴും ഉണ്ടാവേണ്ടത്. ഈ ഓർമ്മ മനസ്സിൽ നിറച്ചു വെച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് പിന്നെ വ്യതിചലിക്കാൻ കഴിയില്ല. സമൂഹം ഓടുന്നതിനനുസരിച്ച് തെറ്റിനൊപ്പം ഓടാൻ അവർക്ക് കഴിയില്ല. ലഹരിക്ക് പിന്നാലെ ഓടാൻ, കള്ളപ്രണയങ്ങൾക്ക് പിന്നാലെ ഓടാൻ, ആണ് പെണ്ണിനെയും പെണ്ണ് ആണിനെയും വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന വർത്തമാനകാലത്തെ സംഭവ വികാസങ്ങൾക്കൊപ്പം ചേർന്ന് നിൽക്കാൻ അവന് കഴിയില്ല. അവന് കഴിയാതെ വരുന്നത് ഈ രീതിയിൽ അള്ളാഹുവിനെ ഓർമ്മിക്കുന്നത് കൊണ്ടാണ്. അബൂ ഹാത്തിം റഹ്മഹുല്ലാഹ് പറയുകയാണ്, ഖാലു അർബഹു തിജാര ദിക്റുല്ലാഹി വ അഹ്സിറു തിജാര ദിക്റുന്നാസ്. ഏറ്റവും ലാഭകരമായ കച്ചവടം അള്ളാഹുവിനെ സ്മരിക്കലാണ്. ഒരു മനുഷ്യന്റെ ഏറ്റവും ലാഭകരമായ കച്ചവടം പടച്ചവനെ ഓർത്തുകൊണ്ടിരിക്കുക. അള്ളാഹു വിശ്വാസം അർപ്പിച്ച് അങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ ഇരുത്തത്തിലും നമ്മുടെ നമസ്കാര ശേഷവും നമ്മൾ വീട്ടിലേക്ക് അല്ലെങ്കിൽ ജോലിയിലേക്ക് തിരിച്ചു പോകുമ്പോഴും ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ പ്രതിഫലം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മുടെ പ്രതിഫലം കണക്കറ്റ രീതിയിൽ നമുക്കിങ്ങനെ ലഭിച്ചുകൊണ്ടേയിരിക്കും. അത് നാളെ ആഖിറത്തിൽ വലിയൊരു ലാഭമായി ഒരു വേള നമ്മൾ നഷ്ടത്തിൽപ്പെട്ടു പോകുന്ന, നരകത്തിൽപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്ന രീതിയിലായിത്തീരും. അപ്പോഴായിരിക്കും നമ്മൾ വിസ്മയിക്കുക, പടച്ചോനെ ഞാൻ എത്ര നന്നായി ആ ദിക്റുകൾ ചൊല്ലിയത്,
അപ്പൊ കണക്കില്ലാത്ത പ്രതിഫലം നമുക്ക് ലഭിക്കുന്ന ഒരു മാനസികാവസ്ഥയാണത്. അങ്ങനെ പടച്ചവനെ ഓർമ്മിച്ചുകൊണ്ടേ ഇരിക്കണം. മനസ്സ് ആ രീതിയിൽ നനഞ്ഞുകൊണ്ടേ ഇരിക്കണം. നാവ് ആ രീതിയിൽ ശുദ്ധമായിക്കൊണ്ടേ ഇരിക്കണം. അത്തരത്തിൽ അള്ളാഹുവിനെ സദാ ഓർത്തുകൊണ്ടിരിക്കുന്ന മനസ്സിന്റെ ഹൃദയത്തിന്റെ ഉടമകളായി തീരാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.